നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് യൂറോപ്പ് ട്രിപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ ട്രിപ്പിന്റെ കാഴ്ചകളാണ്. യൂറോപ്പ് ട്രിപ്പിലുണ്ടായിരുന്ന അംഗങ്ങളായ എല്ലാവരും കൂടെ അന്നേ തീരുമാനിച്ച ഒരു യാത്രയാണിത്. ഇത് കേരളത്തിൽ തന്നെയുള്ളതും എന്നാൽ പെട്ടെന്ന് ആർക്കും പോകാൻ കഴിയാത്തതുമായ ചില സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. സ്ഥലങ്ങൾ വഴിയേ പറയാം. ഞങ്ങളുടെ യൂറോപ്പ് ഗ്രൂപ്പിൽ 21 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ചില ആളുകൾക്ക് വ്യക്തിപരമായ അസൗകര്യം കാരണം ഈ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയി. ഞങ്ങളിപ്പോൾ കൊട്ടാരക്കരയെത്തി. ബ്രേക്ക്ഫാസ്റ്റിനായി വണ്ടി നിർത്തിയതാണ്. യാത്ര രാവിലെ 6 മുമ്പ് തന്നെ തുടങ്ങി. എന്നാൽ തിരുവനന്തപുരം വിടുന്നത് 6 തീരുമാനിച്ചിരുന്നു. കൃത്യസമയങ്ങളിൽ ഓരോരുത്തരും അവരവർക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നിന്നും വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. കേരള വനം വകുപ്പിന്റെയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും അനുമതിയോടെ മാത്രം പ്രവേശനമുള്ള തെക്കൻ കേരളത്തിലെ ചില ഡാമുകളും അതിനോടനുബന്ധിച്ചുള്ള ചില ടൂറിസം സ്പോട്ടുകളും ആണ് ഞങ്ങളുടെ ലക്ഷ്യം. KSEBയിൽ മുമ്പ് ബോർഡ് മെമ്പറായിരുന്ന നമ്മുടെ റാവുത്തർ സാറിന്റെ ശ്രമഫലവും ശ്രീ മുരളി സാറിന്റെ ഇനിഷ്യേറ്റീവോടും കൂടി ഞങ്ങൾക്ക് അവിടേക്കുള്ള എൻട്രി പാസുകളും മറ്റ് അറേഞ്ച്മെന്റുകളും ഒക്കെ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് മൂഴിയാർ ഡാമിലേക്കാണ്. പോകുന്നത് കാട്ടിലൂടെയാണ്. ആങ്ങാമൂഴി വഴി മൂഴിയാർ. 10 മണിക്ക് ആങ്ങാമൂഴി എത്തും. ഉച്ചയോടുകൂടി മൂഴിയാർ ഡാമിൽ എത്തിച്ചേരും. അവിടെ KSEB ഗസ്റ്റ് ഹൗസിലാണ് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാട്ടിലൂടെയാണ് യാത്ര. റോഡിന്റെ ഇരുവശവും ഫയർ ബെൽറ്റ് തെളിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ഫയർ ബെൽറ്റ് തെളിക്കുന്ന ജോലിയും നടന്നു വരുന്നു. ഫയർ ബെൽറ്റ് തെളിക്കുക എന്നാൽ റോഡിന് ഇരുവശവും ഒരു കൃത്യ അളവിൽ അടിക്കാടടക്കം വെട്ടി ക്ലിയർ ആക്കുന്നു. അവ നിയന്ത്രിതമായി തീയിട്ട് കരിച്ചു കളയും. പിന്നീട് ഈ ഭാഗത്ത് തീയുടെ ചെറിയൊരു സാന്നിധ്യം ഉണ്ടായാൽ പോലും അത് ആളിപ്പടർന്ന് വനം കത്തി നശിക്കില്ല. എല്ലാ വർഷവും വേനൽ കനക്കുന്നതിന് മുമ്പ് ഈ പ്രവൃത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പൂർത്തിയാക്കും. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കോന്നി റേഞ്ചിൽപ്പെട്ട കാടിന് നടുവിലൂടെയാണ്. ഇടയ്ക്ക് ചില ജനവാസ മേഖലകളും കാണുന്നുണ്ട്. ഇവിടെ മുഴുവൻ തേക്ക് പ്ലാന്റേഷനാണ്. സർക്കാർ വക പ്ലാന്റേഷൻ ആകാനാണ് സാധ്യത. ഇത് ഒരിക്കൽ പ്ലാന്റ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും നട്ടതാകാനാണ് സാധ്യത. തൈകൾ വളർന്നു വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ യാത്രയോടൊപ്പമുള്ള കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരമൊരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. താമരയിലകളിൽ അരയണ പെൺകൊടി താമരയിലകളിൽ
ഈ കാണുന്നത് പമ്പയാറിന്റെ ചെറിയൊരു കൈവഴിയാണ്. കാട്ടിലൂടെയുള്ള യാത്ര എപ്പോഴും നമ്മളെ ഹരം പിടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുവഴി പമ്പയെ പോയി കയറും. ഇതിനകത്തൂടെ ജീപ്പ് ഓടിച്ച് കംപ്ലീറ്റ് ഇത് SM ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയാൽ തണ്ണിത്തോട്ടിലെത്തും. കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ അവൾ കാവഴുത്തല്ലോ അപ്പോൾ താഴെ ഞാനില്ലേ കൈപിടിച്ചിട അന്ന് മൂളിപ്പാട്ടു പാടിത്തന്ന മുളം തച്ചമ്മേ ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്ത് വന്നു ചേരാത്തു ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്ത് വന്നു ചേരാത്തു അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞിലാകെ അനുരാഗ കരിക്കിൻ ശകുന്തളേ നിന്നെയോ ഭാരത സന്ധ്യകൾ മരമുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെയോ മവരം ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജനയ്ക്കുവാൻ പൗർണമി കൈവണ്ടുമുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോണവരും ശകുന്തളേ ആരണ്യദേവാലയം മാനവഹൃദയം ദേവാലയം അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ തേടി വരുന്നു അമ്പല നടയിലും കണ്ടില്ല നിന്നെ അരയാത്തറയിലും കണ്ടില്ല അമ്പല നടയിലും കണ്ടില്ല നിന്നെ അരയാത്തറയിലും കണ്ടില്ല ആശ്രമവനത്തിലും വന്നപ്പോൾ
പൂരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല ദേവി ശ്രീദേവി. നമ്മൾ ആങ്ങാമൊഴി എത്തി. ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് 37 കിലോമീറ്ററും എരുമേലിക്ക് 28 കിലോമീറ്ററും മാത്രമാണ് ദൂരം. ഇവിടെയാണ് കാട്ടിലേക്ക് കടക്കുന്നതിനുള്ള ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഇവിടെ നിന്നും പാസ് കിട്ടും. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വിളയാടും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് തിരികെ ആങ്ങാമൊഴി ജംഗ്ഷനിലെത്തി. ഇവിടെ നല്ല നാടൻ പഴം കിട്ടുമെന്ന റാവുത്ത് സാറിന്റെ വാക്ക് കേട്ട് വാങ്ങാൻ നടക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ നാടൻ പഴമുണ്ട്, കൂടെ നാടനല്ലാത്തവയും ഉണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ നിഷ്കളങ്കരായ കച്ചവടക്കാർ ആയതിനാൽ സത്യം സത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നഗരവാസികളെക്കാൾ സത്യസന്ധരാണ് ഗ്രാമീണർ. പഴം വാങ്ങലും കുശലം പറച്ചിലുമൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു. ഇവിടെയാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടം കടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത പാസ് കാണിക്കണം. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്. ഇത് റാന്നി ഡിവിഷനിൽപ്പെട്ട ഗൂട്രിക്കൽ റേഞ്ചാണ്. കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതാണ് ഇവിടം. ഇവിടെ KSRTC ബസ് അടക്കം പരിശോധിച്ചേ കടത്തിവിടൂ. റാവുത്തർ സാർ ഓഫീസിലേക്ക് പോയി. പരിസരം ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഞാനും തീരുമാനിച്ചു. ഈറ്റക്കാടാണ് ചുറ്റിലും. അതുകൊണ്ട് ആന ഇറങ്ങാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ. ആനയുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈറ്റ. കൊടും കാട്ടിലൂടെയായി പിന്നീടുള്ള യാത്ര. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഒപ്പം വേണമെന്നുള്ളവർക്ക് ഒന്നിനും പോകാം. വേലത്തോട് വേലത്തോട് കാട്ടിന് നടുവിലുള്ള ഒരു ഫോട്ടോ പോയിന്റ്. സ്ത്രീജനങ്ങൾ തകർത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഒരു കുട്ടി ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോകൾ എടുക്കുന്നത്.
മൊബൈൽ ഫോണിന്റെ വരവോടെ നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ ഫോട്ടോഗ്രാഫർമാരായി മാറിയിട്ടുണ്ട്. ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് പുതുതലമുറയിൽ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മൂഴിയാർ ഡാമിലാണ്. നമ്മുടെ യാത്രാവഴിയിലെ ആദ്യ ഡാം. ഇനിയും പല പല ഡാമുകൾ നമ്മൾ കാണും. ഇവിടെ ഒരു ബോർഡുണ്ട്, ഡാമിന്റെ ഗാലറിയിലേക്കുള്ള വഴി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡ്. അങ്ങോട്ട് കടക്കാൻ കഴിയില്ല, നിരോധിത മേഖലയാണ്. ഈ ഡാമിന്റെ പ്രവർത്തനത്തെ കുറിച്ച് റാവുത്തർ സാറ് വിവരിക്കും. മൂഴിയാർ ഡാം എന്നാണ് ഇതിന് പറയുന്നത്. മൂഴിയാർ കക്കി ഡാമിലുള്ള റിസർവയറിൽ നിന്നുള്ള വെള്ളം മൂഴിയാർ പവർ ഹൗസിൽ വന്ന് അവിടുത്തെ ജനറേഷന് ശേഷം ഇതിവിടെ വന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ടണൽ വഴി സീതത്തോട് പവർ ഹൗസിലെ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. സീതത്തോട് പവർ ഹൗസിൽ 50 മെഗാവാട്ടിന് 2 മെഷീൻസ് ഉണ്ട്. അപ്പോൾ ആ മെഷീൻസിൻ്റെ വെള്ളം അത് കറങ്ങുന്നതിന് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഈ ഡാമിൻ്റെ ഈ റിസർവയറിൽ നിന്നുമാണ്. ഇതെല്ലാം ഇതിൻ്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് കക്കിയാണ്, കക്കി റിസർവയറാണ്. അവിടുന്ന് മൂഴിയാറിൽ പിന്നെ അതിന്റെ കൂടെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ കൂടെ വരുന്ന വെള്ളവും ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റോക്ക് ചെയ്യുന്നത്. ഒട്ടും ഭംഗിയിലും വൃത്തിയിലുമല്ല ഇവിടെ പരിപാലിക്കുന്നത്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്ന കാരണം മറക്കണ്ട. എങ്ങനെ കുറച്ചുകൂടെ വൃത്തിയായി പരിപാലിക്കാമായിരുന്നു. മൂഴിയാർ ഡാം കണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് റോഡ് 2ആയി പിരിയും. വലത്തോട്ട് തിരിഞ്ഞാൽ മൂഴിയാർ പവർ ഹൗസിലേക്കും നേരെ പോയാൽ ഡാമിലേക്കും പോകും. നമ്മൾ ആദ്യം പവർ ഹൗസിലേക്കാണ് പോകുന്നത്. ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുള്ള മേഖലയായതിനാൽ ഏതുവരെ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നറിയില്ല. നിയമവിരുദ്ധമായി ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലാത്തതിനാൽ അതിന് മുതിരുന്നില്ല. സാങ്കേതിക വിദ്യ ഇത്ര വളർന്നിട്ടും ഇനിയും ഈ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. സാറ്റലൈറ്റുകളുടെ വരവോടെ ലോകത്ത് ഏത് മുക്കും മൂലയും നമുക്ക് കാണാൻ കഴിയുന്ന ഈ കാലത്താണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. പവർ സ്റ്റേഷനൊക്കെ വിശദമായി കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ ലഞ്ചിനായി നിർത്തിയതാണ്. ഇത് KSEBയുടെ ഗസ്റ്റ് ഹൗസ് ആണ്. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പ്രമാണം.
ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.